അപ്പേ നമ്മളിന്നേ ജപ്പാൻ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ജപ്പാൻ പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുട്ടീസിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട പേരാണ് കേട്ടോ. തലേ ദിവസം തന്നെ നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ കുതിർക്കാൻ വെള്ളമൊക്കെ പോകാൻ വെച്ച് മിക്സിയിൽ ജാറിൽ പൊടിച്ചെടുത്തതാണ് കേട്ടോ. കുട്ടികളിനോട് ജപ്പാൻ പുട്ട് പറഞ്ഞാലല്ലേ കഴിക്കുള്ളൂ. പുട്ട് കഴിക്കാത്ത എൻ്റെ ഒരു കുട്ടി പുട്ട് കഴിച്ചിട്ടോ ഇന്ന്. ആ ഒരു സന്തോഷം ഉണ്ടെന്ന് എനിക്ക്. അങ്ങനെ ഒന്ന് നമ്മൾ ജപ്പാൻ പുട്ടും ചിക്കൻ കറിയും ആക്കി. രാവിലെ എണീച്ച് വന്നപ്പോൾ തന്നെ എന്താണ് ഞാൻ കടിയെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞേ ഇന്ന് സ്പെഷ്യലാണ്, ഇന്ന് ജപ്പാൻ പുട്ടാണ് പറഞ്ഞു. കുട്ടികൾക്കും ഭയങ്കര കൗതുകമായിട്ടോ ഈ ജപ്പാൻ പുട്ട് പറഞ്ഞപ്പോൾ. പാവം അവരിനെ പറ്റിക്കാൻ നമ്മൾക്കല്ലേ കഴിയൂ. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ളായി കഴിച്ചിട്ടുണ്ട് അവരൊക്കെ. നന്നായിട്ടുണ്ട്, അടിപൊളി. ഉണ്ടാക്കി നോക്കേണ്ടേ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ.